ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് റവന്യൂ ഫ്രം കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സിലുള്ള കുറച്ച് സിമ്പിൾ പ്രോബ്ലംസ് ഒന്ന് പരിചയപ്പെടാം. ഒരു ക്വസ്റ്റ്യനാണ്: റീറ്റെയിലർ സെൽസ് എ മാർബിൾ ഫർണിച്ചർ ആൻഡ് ഓൺ റിക്വസ്റ്റ് ഓഫ് എ കസ്റ്റമർ അറേഞ്ച് എ ട്രാൻസ്പോർട്ടർ ടു ഡെലിവർ ദ ഗുഡ്സ് അറ്റ് എ കസ്റ്റമർ ഡോർസ്റ്റെപ്പ്. The delivery terms state that legal title and risk of a loss passes to the customer on delivery to the transfer. അത് കസ്റ്റമറിലേക്ക് ഡെലിവറിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ റിസ്ക്കും ലോസസും ആരുടേതായി മാറി? കസ്റ്റമറുടേതായി മാറി. അപ്പോൾ കസ്റ്റമർ എന്നാൽ റീറ്റെയിലർ ആൻഡ് റീറ്റെയിലർ എന്താ കൊടുക്കുന്നത്? മാർബിൾ ഫർണിച്ചറാണ് കൊടുക്കുന്നത്. മാർബിൾ ഫർണിച്ചർ ജസ്റ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമറുടെ അടുത്താണ് എല്ലാ റിസ്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഡെലിവറിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിൻ്റെ റിസ്ക് ആർക്കാണ്? കസ്റ്റമർക്കാണുള്ളത്. അപ്പോൾ റീറ്റെയിലർ ദോ നോട്ട് ലീഗലി ഒബ്ലൈഡ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് പ്രൊവൈഡിങ് ഫ്രീ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഡാമേജ്ഡ് ഡ്യൂറിങ് ദ ട്രാൻസിറ്റ്സ്. എന്ന് പറഞ്ഞാൽ ഡെലിവറി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ അതൊന്നും ആരും പ്രൊവൈഡ് ചെയ്യില്ല, റീറ്റെയിലർ പ്രൊവൈഡ് ചെയ്യില്ല. സ്റ്റേറ്റ് വെദർ റവന്യൂ ക്യാൻ ബി റെക്കഗ്നൈസ്ഡ്. എങ്ങനെയാണ് ഈ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ റവന്യൂ റെക്കഗ്നിഷനാണ് നമ്മുടെ ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ കേസിൽ റവന്യൂ റെക്കഗ്നിഷൻ ചെയ്യുന്നത്? അപ്പോൾ കസ്റ്റമർ ഹാസ് എ കൺട്രോൾ ഓഫ് ദ ഫർണിച്ചർ അറ്റ് ദ ടൈം ഓഫ് ദേ ആർ ഷിപ്ഡ് ആൻഡ് ക്യാൻ സെൽ ദം ടു അനദർ പാർട്ടി ഓർ ഡൈവേർട്ട് ദം ടു അനദർ ലൊക്കേഷൻ. അപ്പോൾ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, കാരണം എല്ലാ റിസ്ക്കും ഓണർഷിപ്പൊക്കെ ആരുടേതായി മാറി? കസ്റ്റമറുടേതായി മാറി. സോ ദിസ് ഹാസ് എ ടു പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ്. ഒന്ന് സെയിൽ ഓഫ് ഫർണിച്ചർ, പിന്നെ ഷിപ്മെൻറ്റ് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് എന്ത് ചെയ്യാം? ഒബ്റ്റെയിൻ ദ കൺട്രോൾ വെൻ ഫർണിച്ചർ ഈസ് ഹാൻഡഡ് ഓവർ ടു ദി ട്രാൻസ്പോർട്ടർ. അപ്പോൾ അവിടെ വൺ പെർഫോമൻസ് ഒബ്ലിഗേഷൻ. ദെൻ റിറ്റെയിലർ വിൽ റെക്കഗ്നൈസ് റവന്യൂ. അതുകൊണ്ട് റീറ്റെയിലർക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാം. പിന്നെ വെൻ ഹി ട്രാൻസ്ഫർ കൺട്രോൾ ടു ദി കസ്റ്റമർ, ദാറ്റ് മീൻസ് വൺ പെർഫോമൻസ് ഒബ്ലിഗേഷൻ അതിൽ നിന്ന് കിട്ടുന്നു. പിന്നെ അതിൻ്റെ റെക്കഗ്നൈസ് റവന്യൂ അലോക്കേറ്റഡ് ടു ദി ഷിപ്പിംഗ് സർവീസസ്. ഈ ഷിപ്പിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഷിപ്പിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യലിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതും ആർക്കെടുക്കാം? ഈ കസ്റ്റമർ റീറ്റെയിലർക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ദേർ ടു പെർഫോമൻസ് ഒബ്ലിഗേഷനാണ് ഇവിടെ ഉള്ളത്. രണ്ട് സർവീസസാണ് കൊടുക്കുന്നത്. ഒന്ന് സെയിൽ ഓഫ് ഫർണിച്ചറും ഷിപ്മെൻറ്റ് ഓഫ് സർവീസസും. ഇതിൻ്റെ പാർട്ടാണെങ്കിൽ വൺ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആയിരുന്നു, പക്ഷേ ഇവിടെ സെപ്പറേറ്റ് ആണ് പറയുന്നത്. സോ ദിസ് ഇസ് ടു പെർഫോമൻസ് ഒബ്ലിഗേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ 2 നോക്കാം. ഇല്ലുസ്ട്രേഷൻ 2 എന്താണ് പറയുന്നത്? ABC ലിമിറ്റഡ് സൈൻ എ കോൺട്രാക്ട് വിത്ത് കസ്റ്റമർ ടു സെൽ എ പീസ് ഓഫ് മെഷീനറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ അപ്പോൾ മെഷീനറി കൊടുക്കുന്നുണ്ട്. ദെൻ ടു പ്രൊവൈഡ് ഇൻസ്റ്റലേഷൻ സർവീസും കൊടുക്കുന്നുണ്ട്. ദെൻ ദ കോൺട്രാക്ട് സ്റ്റേറ്റ് ദാറ്റ് ദ മെഷീനറി ആൻഡ് ഇൻസ്റ്റലേഷൻ സർവീസസ് ക്യാൻ ബി പർച്ചേസ്ഡ് സെപ്പറേറ്റ്ലി. ഇപ്പോൾ കോൺട്രാക്റ്റിൽ പറയുന്നത് എന്താണ്? മെഷീനറി സെപ്പറേറ്റഡ് ആണ്, അതേപോലെ ഇൻസ്റ്റലേഷൻ ഓഫ് സർവീസസും സെപ്പറേറ്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ദിസ് ട്രീറ്റ് ആസ് എ വൺ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഓർ ടു. ഇതാണ് ചോദ്യം. ഇത് വൺ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആണോ, ടു പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആണോ? അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആണ് നോക്കണം. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? അണ്ടർ NDAS 115 ഈച്ച് ഡിസ്റ്റിങ്ക്റ്റ് ഗുഡ്സ് ഓർ സർവീസസ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ സെപ്പറേറ്റ് പെർഫോമൻസ് ഒബ്ലിഗേഷൻ. അതായത് സെപ്പറേറ്റ് ഡിസ്റ്റിങ്ക്റ്റ് മീൻസ് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ പെർഫോമൻസ് ഉണ്ടെങ്കിൽ അത് രണ്ടും എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് പറയാം. സിൻസ് മെഷീനറി ആൻഡ് ഇൻസ്റ്റലേഷൻ സർവീസസ് ക്യാൻ ബി പർച്ചേസ്ഡ് സെപ്പറേറ്റ്ലി. അപ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്യും? ഇവിടെ ഈ ABC ലിമിറ്റഡ് കൊടുക്കുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ മെഷീനറി വേറെയാണ്, അതേപോലെ ഇൻസ്റ്റലേഷൻ സർവീസും വേറെയാണ്. സോ ദേ ആർ കൺസിഡേർഡ് ഡിസ്റ്റിങ്ക്റ്റ് പെർഫോമൻസ് ഒബ്ലിഗേഷൻ. ദെർഫോർ ABC ലിമിറ്റഡ് ഷുഡ് ട്രീറ്റ് ദിസ് ആസ് ടു സെപ്പറേറ്റ് പെർഫോമൻസ് ഒബ്ലിഗേഷൻ. അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിനുള്ള ആൻസർ എന്ന് പറയുന്നത് ടു സെപ്പറേറ്റ് പെർഫോമൻസ് ഒബ്ലിഗേഷനാണ്. വൺ ഫോർ മെഷീനറി ആൻഡ് അതർ ഫോർ ഇൻസ്റ്റലേഷൻ സർവീസ്. ഓക്കെ, ദെൻ ഇല്ലുസ്ട്രേഷൻ 3 ഒന്ന് നോക്കാം. XY ലിമിറ്റഡ് ഈസ് എ കൺസ്ട്രക്റ്റിംഗ് എ കസ്റ്റമൈഡ് മെഷീൻ ഫോർ എ കസ്റ്റമർ. അപ്പോൾ XY ലിമിറ്റഡ് എന്താണ് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നത്? ഒരു കസ്റ്റമൈഡ് മെഷീനാണ്. വിച്ച് വിൽ ടേക്ക് 2 years കംപ്ലീറ്റ്. 2 വർഷം എന്ത് ചെയ്യുന്നു? അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സമയമെടുക്കുന്നു. ദ കമ്പനി ഹാസ് എൻഫോഴ്സബിൾ റൈറ്റ് ടു പേയ്മെൻറ്റ് ഫോർ ദി പെർഫോമൻസ് ഒബ്ലിഗേഷൻ കംപ്ലീറ്റഡ് ടു ഡേറ്റ്. ഷുഡ് XY സെറ്റ് റെക്കഗ്നൈസ് റവന്യൂ ഓവർ ടൈം ഓർ അറ്റ് എ പോയിൻ്റ് ഓഫ് ടൈം. ഒരിക്കൽ മാത്രമാണോ ഇതിൻ്റെ റവന്യൂ കാണിക്കേണ്ടത്, അതോ
മോർ ദാൻ 1 അക്കൗണ്ടിങ് പീരിയഡിൽ കാണിക്കണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിനുള്ള കണ്ടീഷൻസ് നോക്കാം. മോർ ദാൻ 1 അക്കൗണ്ടിങ് പീരിയഡ് അല്ലെങ്കിൽ റവന്യൂ ഓവർ ടൈമിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ കസ്റ്റമർ സൈമൾട്ടേനിയസ്ലി റിസീവ് ആൻഡ് കൺസ്യൂംസ് ദ ബെനിഫിറ്റ് അറ്റ് ദ എൻറ്റിറ്റി പെർഫോമൻസ്. കസ്റ്റമർക്ക് എന്ത് ചെയ്യുന്നു, അതേസമയം അതിൻ്റെ ബെനിഫിറ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു കണ്ടീഷൻ. ദ എൻറ്റിറ്റി പെർഫോമൻസ് ക്രിയേറ്റ്, അതായത് ഈ എൻറ്റിറ്റി അതിന് ഇവിടുത്തെ എൻറ്റിറ്റി അത് XY ലിമിറ്റഡ് ക്രിയേറ്റ് ഓർ എൻഹാൻസസ് ആൻ അസറ്റ്. ഇവിടെ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാണ്, ഒരു മെഷീനറി കസ്റ്റമൈഡ് മെഷീൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒന്നുകിൽ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാണ്. ദാറ്റ് ദ കസ്റ്റമർ കൺട്രോൾസ് ആസ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. അപ്പോൾ ഇവിടുത്തെ കൺട്രോൾ ആർക്കാണ്? കസ്റ്റമർക്കാണ് മെഷീൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉള്ളത്. ദ അസറ്റ് ഹാസ് നോട്ട് ആൾട്ടർനേറ്റീവ് യൂസ് ടു ദി എൻറ്റിറ്റി. അതേപോലെ എൻറ്റിറ്റിക്ക് വേറൊരു യൂസും അതുകൊണ്ടില്ല. ആൻഡ് എൻറ്റിറ്റി ഹാസ് എ എൻഫോഴ്സിബിൾ റൈറ്റ് ടു പേയ്മെൻറ്റ് ഫോർ പെർഫോമൻസ് കംപ്ലീറ്റഡ് ടു ഡേറ്റ്. അപ്പോൾ എൻറ്റിറ്റി എന്ത് ചെയ്യണം, അതിനുള്ള പേയ്മെൻറ്റ് പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിയണം. അപ്പോൾ നോക്കാം, ദ സിൻസ് XY ലിമിറ്റഡ് അസറ്റ്, ഇത്രയും കണ്ടീഷൻസാണ്. അപ്പോൾ ഇവിടെ കണ്ടീഷൻസിൽ നമുക്ക് നോക്കാം, എൻറ്റിറ്റി പെർഫോമൻസ് ക്രിയേറ്റ് ഓർ എൻഹാൻസസ് ആൻ അസറ്റ്. ഈ ഒരു കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുക, റവന്യൂ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഓവർ ടൈം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ഇത് എടുക്കാം. ഓക്കെ, ദെൻ ഇല്ലുസ്ട്രേഷൻ 4 നോക്കാം. ഇല്ലുസ്ട്രേഷൻ 4 എന്താ പറയുന്നത്? എക്സ് ലിമിറ്റഡ് എൻഡേഴ്സ് ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ് ടു സെൽ ഗുഡ്സ് അറ്റ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ പ്രൈസ്. എക്സ് ലിമിറ്റഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന 3 വിധത്തിലാണ്. ഒന്ന് ട്രാൻസ്ഫേർഡ് പ്രൈസ് വിത്തിൻ 15 days ആണെങ്കിൽ ട്രാൻസാക്ഷൻ പ്രൈസ് ചാർജ് ചെയ്യുന്നത് 10 lakhs ആണ്. ദെൻ വേറൊരു ഓപ്ഷൻ ഉള്ളത് ട്രാൻസ്ഫേർഡ് ആഫ്റ്റർ 30 days 45 daysലാണെങ്കിൽ ട്രാൻസാക്ഷൻ പ്രൈസ് 9,08,000 ആണ്. ദെൻ ട്രാൻസ്ഫർ ആഫ്റ്റർ 30 days ബട്ട് വിത്തിൻ 40 days ആണെങ്കിൽ ട്രാൻസാക്ഷൻ പ്രൈസ് വരുന്നത് 9,60,000 ആണ്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് വേരിയബിൾ കൺസിഡറേഷൻ ആണ് പറയുന്നത്. വേരിയബിൾ കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇങ്ങനെ 3-4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ഹയസ്റ്റിൽ നിന്ന് ലോവസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യയാണ് ഇവിടുത്തെ വേരിയബിൾ കൺസിഡറേഷൻ. ഓക്കെ, ദെൻ ഇല്ലുസ്ട്രേഷൻ 5 നോക്കാം. ഇല്ലുസ്ട്രേഷൻ 5 നമ്മൾ ഓൾറെഡി ഒരു പ്രോബ്ലം കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു, ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തിരുന്നു, എങ്ങനെയാണ് ഈ ട്രാൻസാക്ഷൻ പ്രൈസ് അലോക്കേറ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇതിലും വരുന്നത്. ഇല്ലുസ്ട്രേഷൻ 5 വരുന്നത്, PQR ലിമിറ്റഡ് എൻഡേഴ്സ് ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് കസ്റ്റമർ ടു സെൽ എ പീസ് ഓഫ് എക്യുപ്മെൻറ്റ് 1 lakh ആൻഡ് പ്രൊവൈഡ് 1 year മെയിൻ്റനൻസ് സർവീസ് വാല്യൂഡ് 20,000. അപ്പോൾ ഇവിടെ 2 പെർഫോമൻസ് ഒബ്ലിഗേഷനാണുള്ളത്. ഒന്ന് എക്യുപ്മെൻറ്റും രണ്ടാമത്തത് മെയിൻ്റനൻസ് സർവീസുമാണ്. പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ്റനൻസ് സർവീസിന് 20,000. അപ്പോൾ ടോട്ടൽ എമൗണ്ട് കളക്ട് ചെയ്യുന്ന 1,20,000 ആണ്. ഇത് സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ്, അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദി എക്യുപ്മെൻറ്റ് ഈസ് 90,000 ആൻഡ് മെയിൻ്റനൻസ് സർവീസ് ഈസ് 10,000. അപ്പോൾ സെപ്പറേറ്റ് ആണെങ്കിൽ അതിന് കുറച്ചും കൂടെ വില കുറവാണ്. സ്റ്റാൻഡ് അലോൺ 90,000 ദെൻ മെയിൻ്റനൻസ് സർവീസ് 10,000. ഹൗ ഷുഡ് ബി PQR ലിമിറ്റഡ് അലോക്കേറ്റ് ദ ട്രാൻസാക്ഷൻ പ്രൈസ്? ട്രാൻസാക്ഷൻ പ്രൈസ് എത്രയാണ്? എക്യുപ്മെൻറ്റിന് 1 lakh ദെൻ പ്രൊവൈഡ് മെയിൻ്റനൻസ് 20,000. 1,20,000 ആണ് ഇവിടുത്തെ ട്രാൻസാക്ഷൻ പ്രൈസ്. അതെങ്ങനെ അലോക്കേറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടോട്ടൽ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ്. ഇവിടെ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് കുറവാണ്. പൊതുവെ നമ്മൾ കാണുമ്പോൾ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് കൂടുതലായിട്ടാണ് കൊടുക്കുന്നത്, ഓഫർ പ്രൈസിനാണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് കുറവാണ്, അത് വിചാരിച്ച് കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് എക്യുപ്മെൻറ്റിന് ഓൺലി 90,000 ദെൻ സർവീസിന് 10,000. അപ്പോൾ എത്രയേ വരുന്നുള്ളൂ? 1 lakh വരുന്നുള്ളൂ. പക്ഷേ കസ്റ്റമർക്ക് കൊടുക്കുന്ന എത്രയാണ്? 1,20,000 കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്യുപ്മെൻറ്റിന് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്? എക്യുപ്മെൻ്റ് ആണെങ്കിൽ എക്യുപ്മെൻറ്റിൻ്റെ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ്, രണ്ടിനും കൂടെ ഉള്ളത് ഇൻറ്റു എന്താണോ വാങ്ങുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ എക്യുപ്മെൻറ്റിന് ട്രാൻസാക്ഷൻ പ്രൈസ് അലോക്കേറ്റ് ചെയ്യുന്നത് 1,80,000 ദെൻ അതേപോലെ തന്നെ മെയിൻ്റനൻസ് സർവീസിന് 12,000 ആണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ദെൻ ഇല്ലുസ്ട്രേഷൻ 6 എങ്ങനെയാണെന്ന് നോക്കാം. ഇല്ലുസ്ട്രേഷൻ 6 സിമ്പിളാണ്. മിസ്റ്റർ വിനീത് എൻഡേഴ്സ് 12-month ടെലികോം പ്ലാൻസ് വിത്ത് ലോക്കൽ മൊബൈൽ ഓപ്പറേറ്റ് KSNL. ദ ടേം ഓഫ് പ്ലാൻ ആസ് ഫോളോസ്. 12-month ടെലികോം പ്ലാനാണ് എന്ത് ചെയ്യുന്നത്, മിസ്റ്റർ വിനീത് KSNL എന്നുള്ള മൊബൈൽ ആ ഒരു ടെലികോം സർവീസ് എൻ്റർ ചെയ്യുന്നത്, കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. മിസ്റ്റർ വിനീത് മന്ത്ലി ഫിക്സഡ് ഫീസ് 1,000 കൊടുക്കുക എന്നാണ് മന്ത്ലി പേയ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ 1,000 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 12,000 ആണ് ഒരു വർഷത്തിലുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്.
പക്ഷേ മിസ്റ്റർ വിനീതിന് എന്ത് കിട്ടുന്നുണ്ട്? ഫ്രീ ഹാൻഡ്സെറ്റും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ KSNL എങ്ങനെയായിരിക്കും? KSNL അപ്പോൾ എന്തൊക്കെ സർവീസ് കൊടുക്കുന്നത്? ഒന്ന് മന്ത്ലി ടെലികോം പ്ലാന് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം പിന്നെ ഫ്രീ സെറ്റും കൊടുക്കുന്നുണ്ട്, അല്ല ഫ്രീ ഹാൻഡ് സെറ്റും കൊടുക്കുന്നുണ്ട്. പക്ഷേ രണ്ടും വെറുതെ എഴുതാൻ പറ്റുമോ? രണ്ടിനും എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം. അതെങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ KSNL സെൽസ് ദ സെയിം ഹാൻഡ്സെറ്റ്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഓൺ സെല്ലിംഗ് പ്രൈസ്, ഹാൻഡ്സെറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3000 ആണ്. ദ സെയിം മന്ത്ലി പേയ്മെൻറ്റ് വിത്തൗട്ട് ഹാൻഡ്സെറ്റ് ഇല്ലാതെ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 800 രൂപയാണ് പെർ മന്ത്ലി. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ടോട്ടൽ സ്റ്റാൻഡേർഡ് ഓൺ സെല്ലിംഗ് പ്രൈസ് കാണും. അങ്ങനെയല്ല ചെയ്തത്. അപ്പോൾ അണ്ടർ ദിസ് ന്യൂ റൂൾസ് ടു ഐഡൻറ്റിഫൈ ദ കോൺട്രാക്ട് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് 5 കണ്ടീഷനിലൂടെ പോവുകയാണെങ്കിൽ ആദ്യം കോൺട്രാക്ട് എക്സിസ്റ്റഡ് ആണോ നോക്കുക. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് കോൺട്രാക്ട് എക്സിസ്റ്റഡ് ആണ്. ഇവിടെ KSNLും വിനീതും തമ്മിലുള്ള കോൺട്രാക്ട് എക്സിസ്റ്റഡ് ആണ്. പിന്നെ രണ്ടാമത്തെ എന്താണ്? ഒബ്ലിഗേഷൻ ടു ഡെലിവർ ഹാൻഡ്സെറ്റ് ആൻഡ് ഒബ്ലിഗേഷൻ ടു നെറ്റ്വർക്ക് സർവീസസ്. ഇതാണ് രണ്ടും ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? വിനീത് പേ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്സും സാറ്റിസ്ഫൈഡ് ആണ്. ട്രാൻസാക്ഷൻ പ്രൈസ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 3യിലാണ് ട്രാൻസാക്ഷൻ പ്രൈസ് വരുന്നത് 12,000 ആണ്. കാരണം 1000 × 12 ദാറ്റ് ഈസ് 12,000 ആണ് വരുന്നത്. കാൽക്കുലേറ്റഡ് ആസ് എ മന്ത്ലി ഫോർ 1000 ഫോർ 12 months. ഓക്കെ. ദെൻ നൗ KSNL നീഡ്സ് ടു അലോക്കേറ്റ് ദ ട്രാൻസാക്ഷൻ പ്രൈസ്. ഈ 12,000നെ എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നത്? രണ്ടെണ്ണത്തിലാക്കി അലോക്കേറ്റ് ചെയ്യണം. ഒന്ന് സർവീസും കൊടുക്കണം, പിന്നെ ഹാൻഡ്സെറ്റും. ഇങ്ങനെ രണ്ടെണ്ണത്തിലേക്ക് എന്ത് ചെയ്യണം? ഇതിനെ അലോക്കേറ്റ് ചെയ്യണം. അങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നതാണ് ദിസ് ഇസ് സ്റ്റെപ്പ് 4. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഓൺ സെല്ലിംഗ് പ്രൈസ് കാണാൻ 3000 ആണ് ഹാൻഡ്സെറ്റിനുള്ളത്. മറ്റേത് 800 രൂപ വരുമ്പോൾ 800 × 12 എന്ന് വരുമ്പോൾ എത്രയാവും? 9600. അപ്പോൾ ടോട്ടൽ സ്റ്റാൻഡേർഡ് ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 12,600 ആണ് വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ 12,000 ആണ് വാങ്ങുന്നത്. അപ്പോൾ 12,000 ഹാൻഡ്സെറ്റിന് മാത്രം, ഹാൻഡ്സെറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഓൺ സെല്ലിംഗ് പ്രൈസ്, ടോട്ടൽ സ്റ്റാൻഡേർഡ് ഓൺ സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു എന്താണോ എന്താണോ വാങ്ങുന്നത്, റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് 12,000. സോ ഹാൻഡ്സെറ്റിനുള്ള വാല്യൂ 2,856. നെറ്റ്വർക്ക് സർവീസിന് വരുന്നത് 9,144. ഇതാണ് 5 steps ടു റെക്കഗ്നൈസ് റവന്യൂ. KSNL ഗിവ്സ് ഹാൻഡ്സെറ്റ് നീഡ്സ് അവിടെ കൗൺസിൽ ചെയ്തേണ്ടത് 2,856 ആണ്. ഞാൻ അതേപോലെ സർവീസിന് പറയേണ്ടത് 9,144 ആണ്. ഓക്കെ. ഇനി വേറൊരു 7th വൺ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ബുദ്ധിമുട്ടൊന്നുമില്ല. ദെൻ 8th വണ്ണ് വായിക്കാമെന്നേ ഉള്ളൂ, കുഴപ്പമില്ല. ദെൻ 9th വണ്ണ് ജസ്റ്റ് നോക്കാം, ചിലപ്പോൾ മേ ബി വന്നേക്കാം. സിമ്പിളാണ്. ഡിക്സൺ സോൾഡ് ഗുഡ്സ് വിത്ത് ലിസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1000 ആണ്. ടു കസ്റ്റമർ ഓൺ നോർമൽ ക്രെഡിറ്റ് 30 days ഇൻട്രസ്റ്റ് ഫ്രീ ക്രെഡിറ്റിലാണ്. 10 days ആഫ്റ്റർ ദ സെയിൽസ് ഓഫ് കസ്റ്റമർ പെയ്ഡ് ദ എൻറ്റിറ്റി 690 ഇൻ ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെൻറ്റ് ഓഫ് ഡെപ്റ്റ് അറോസ് ഫ്രം ദ സെയിൽ ഓഫ് ദ ഗുഡ്സ് ₹50 ഓഫ് ദി എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദ കസ്റ്റമർ ഇൻ സെയിൽസ് ടാക്സ് കളക്റ്റഡ് ബൈ ദി 50 സെയിൽസ് ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യുന്നു. പിന്നെ അതേ കൂടാതെ ലിസ്റ്റ് പ്രൈസ് കഴിഞ്ഞിട്ട് സെറ്റിൽമെൻറ്റ് എമൗണ്ട് ആർ ആസ് ഫോളോസ്. സെറ്റിൽമെൻറ്റ് എമൗണ്ട് എങ്ങനെയാണ്? 1000 ലിസ്റ്റ് പ്രൈസിൽ ലെസ് 200 ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ദെൻ 100 വോളിയം റിബേറ്റ് കൊടുക്കുന്നുണ്ട്. 10 ഇസ് എ പ്രോംപ്റ്റ് സെറ്റിൽമെൻറ്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് റവന്യൂ എങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന്? റവന്യൂ ലിസ്റ്റഡ് പ്രൈസ് പറയുന്നത് 1000, അതിൽ നിന്ന് ട്രേഡ് ഡിസ്കൗണ്ട് മൈനസ് ചെയ്യുക, വോളിയം റിബേറ്റ് മൈനസ് ചെയ്യുക, ഡിസ്കൗണ്ട് റിബേറ്റ് ചെയ്യുക. അതേപോലെ തേർഡ് പാർട്ടിക്ക് കളക്ട് ചെയ്ത എമൗണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് റവന്യൂവിൻ്റെ പാർട്ടല്ല. അപ്പോൾ സോ റവന്യൂവിൻ്റെ പാർട്ടല്ലാത്ത ടാക്സും കൂടെ മൈനസ് ചെയ്യുക. 360 ആണ് ടോട്ടൽ കിട്ടുന്നത്. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ റവന്യൂ ഫ്രം സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് ഓൺലി 640 ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ 690 കളക്ട് ചെയ്തതിൽ 50 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 640 ആണ് ശരിക്കുള്ള ആക്ച്വൽ റവന്യൂ ഉള്ളത്.